അർത്ഥമാലോചിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നത് അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമാണ്. ഖുർആൻ ഓതുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. എങ്ങനെ? അർത്ഥമാലോചിച്ചുകൊണ്ട് ഓതണം. അർത്ഥം അറിയുമെങ്കിൽ അർത്ഥം ആലോചിച്ചിട്ട്, അർത്ഥം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ഒന്ന് മനോഹരമായിട്ട് ഓതണം. കഴിയുന്നത് പോലെ മനോഹരമായിട്ട് ഓതണം. എല്ലാ ദിവസവും ഒരു ജുസ് എങ്കിലും ഖുർആൻ ഓതണം. എല്ലാ ദിവസവും ഒരു ജുസ് എങ്കിലും ഖുർആൻ ഓതണം. ഒരു ജുസ് എങ്കിലും ഖുർആൻ ഓതണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വീട്ടിലുള്ള എല്ലാ മക്കളും ഓതണം, ഭർത്താവ് ഓതണം, ഭാര്യ ഓതണം, ഉമ്മയോതണം, ഉപ്പയോതണം. ഖുർആൻ അല്ലാഹു ഓതുവാനും ജീവിതത്തിൽ പകർത്തുവാനുമാണ് ഇറക്കി തന്നത്, ഷെൽഫിൽ വെക്കാനല്ല, അലമാരയിൽ വെക്കാനുള്ളതല്ല. ഖുർആൻ നബിതങ്ങൾക്ക് ഖുർആൻ ഓതുന്നവരെ ഇഷ്ടമാണ്. അർത്ഥമറിയുന്നവർ അതിന്റെ അർത്ഥമാലോചിച്ചുകൊണ്ട് ഓതുൽ അതിനേക്കാളും നബിതങ്ങൾക്ക് ഇഷ്ടമാണ്. ഒരുപാട് പ്രത്യേകതയുള്ള സൂറത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണ് സൂറത്തു യാസീൻ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. സൂറത്തുൽ കഹ്ഫ് ഓതിയ ആളുകൾ ഒന്ന് കൈപൊക്കിയേ. അവിടെയും കുറെ ആളുകൾ ഓതിയിട്ടില്ല. എന്താ ചെയ്യാ? അവിടെയും ഓതാത്ത ആളുകളുണ്ട്. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതണം. എല്ലാ ദിവസവും ഓതാൻ പറഞ്ഞിട്ടില്ലല്ലോ മുഅ്മിനീങ്ങളെ. വെള്ളിയാഴ്ച ഓതണം എന്നല്ല പറഞ്ഞു. ഒന്ന് ഓതിക്കൂടെ? ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, എന്ത് പദത്ര പ്രയാസം എന്താണ്? ഒരു 5 മിനിറ്റ് പോലെ സൂറത്തുൽ കഹ്ഫ് ഓതാൻ, മാക്സിമം പോയ 10 മിനിറ്റ്. വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് അങ്ങോട്ട് നീണ്ടുപോകും. ആരും ഓതിയില്ല, ഖിയാമത്ത് നാൾ നാളെ തന്നെ സംഭവിക്കും. ദജ്ജാലിന്റെ ശർറിൽ നിന്ന്, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ നബിതങ്ങൾ പഠിപ്പിച്ചത് സൂറത്തുൽ കഹ്ഫ് ഓതലാണല്ലോ. അല്ലേ? ഈ ആഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അടുത്ത ആഴ്ചയിലേക്ക് മുമ്പ് അടുത്ത ആഴ്ച വരുന്നതിന്റെ ഇടയിൽ അല്ലാഹു തആല അയാൾക്ക് പ്രകാശം നിറച്ചു കൊടുക്കുമെന്നാണ്. ഏതുവരെ? ആകാശം നിറയെ അയാൾക്ക് അല്ലാഹു പ്രകാശം നിറച്ചു കൊടുക്കുമെന്നാണ്. ഒരാള് ഈ വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതി അടുത്ത വെള്ളിയാഴ്ച ഓതിയ അതിനിടയിൽ അല്ലാഹു ആകാശം വരെ പ്രകാശം നിറച്ചു കൊടുക്കും. അല്ലാഹു ഇയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. തമാശയല്ല. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. എല്ലാ ആഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ. ക്യാൻസർ വന്നാൽ ചെലവ് 30 ലക്ഷമാണ്. സൂറത്തുൽ കഹ്ഫ് ഓതാൻ സമയം 5 മിനിറ്റ് മതി. ആഴ്ചയിൽ 5 മിനിറ്റ്. എന്താ വിശ്വാസമില്ലേ? ക്യാൻസർ എന്ന് പറയുമ്പോൾ പേടിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ക്യാൻസർ ഇല്ലാത്ത വീടുകളില്ല. ഒരു നാടിൽ ഒരു 25% ആളുകൾക്കെങ്കിലും ക്യാൻസർ ഉള്ള കാലമാണിത്. ഓരോ വീട്ടിലും ക്യാൻസർ രോഗികളുള്ള കാലമാണിത്. എന്തെങ്കിലും വേദന തുടങ്ങി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു പേടി, ഒരു വിറയൽ. പടച്ചോനെ ക്യാൻസർ ആയിരിക്കുമോ എന്നുള്ള പേടി. ക്യാൻസർ വരൂല, അസുഖങ്ങൾ വരൂല, മാറാരോഗങ്ങൾ വരൂല. ധൈര്യമായി ഓതിക്കോളൂ. വെള്ളിയാഴ്ചയായാൽ സൂറത്തുൽ കഹ്ഫ് ഓതിക്കോളൂ. ഒരു തവണയല്ല, കഴിവിന്റെ പരമാവധി എത്ര ഓതാൻ കഴിഞ്ഞു അത്ര ഓതിക്കോ. കഴിയുമെങ്കിൽ രാത്രി ഒരു തവണ, രാവിലെ ഒരു തവണ, 2 എണ്ണം മിനിമം ഓതിക്കോളൂ. മഗ്രിബിന്റെയും സുബഹിയുടെയും ഇടയിൽ ഒരു തവണ സൂറത്തുൽ കഹ്ഫ് ഓത്. വെള്ളിയാഴ്ച രാത്രി സുബഹി നിസ്കാരം കഴിഞ്ഞ് ജുമാ നിസ്കാരത്തിന്റെ ഇടയിൽ ഒരു തവണയോത്. 2 തവണയെങ്കിലും മിനിമം ഓത്. വരൂല, ക്യാൻസർ വരൂല, അസുഖം വരൂല. അല്ലാഹു പ്രകാശം പരത്തും. അല്ലാഹു പാപങ്ങൾ പുറത്തു തരും. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാവരും ഓതൂലേ? അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. എല്ലാ ആഴ്ചയും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. അതൊരു സൂറത്താണ്. പിന്നെ സൂറത്തു യാസീൻ ഉണ്ട്. എന്താ യാസീനിന്റെ പ്രത്യേകത? എല്ലാ സുബഹി നിസ്കാരം കഴിഞ്ഞാലും ഒരു സൂറത്തു യാസീൻ ഓതണം. എല്ലാ സുബഹി നിസ്കാരം കഴിഞ്ഞാലും ഒരു സൂറത്തു യാസീൻ ഓതണം. എന്തിന്? സൂറത്തു യാസീൻ ഒരാൾ ഓതിയാൽ ആ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
ജോലിക്ക് പോകുന്നവർ, പഠിക്കാൻ പോകുന്നവർ, അടുക്കളയിലേക്ക് പോകുന്നവർ, മറ്റുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരായ ആരുമായിക്കോട്ടെ, ജോലി എന്തുമായിക്കോട്ടെ, രാവിലെ ആയാൽ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് സൂറത്തു യാസീൻ ഓത്. 5 മിനിറ്റ് മതി സൂറത്തു യാസീൻ ഓതാൻ. സുബഹിക്ക് പള്ളിയിൽ പോയാൽ അവിടെ നിന്ന് എണീറ്റ് ഓടണ്ട, ഉറങ്ങാൻ വേണ്ടി എണീറ്റ് ഓടണ്ട. അവിടെ തന്നെ ഇരുന്നിട്ട് മൊബൈൽ ഫോണുകൾ കയ്യിലുണ്ട്, തൊട്ടപ്പുറത്ത് ഖുർആനുകൾ ഉണ്ടാകും. ആ ഖുർആൻ എടുത്തിട്ടോ മൊബൈൽ ഫോണുകൾ എടുത്തിട്ടോ ഒന്ന് സൂറത്തു യാസീൻ ഓതിയിട്ട് എണീറ്റ് പോയാൽ മതി. ആ ദിവസത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നാണ്. അത് ഖുർആനിന്റെ ഹൃദയമാണ്. ഖൽബുൽ ഖുർആൻ, സൂറത്തുൽ യാസീൻ. സൂറത്തു യാസീൻ പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമാണത്. ഖുർആനിന്റെ ഹൃദയമാണത്. കഴിയുന്ന ആളുകളെല്ലാം എല്ലാ ദിവസവും സൂറത്തു യാസീൻ ഒന്ന് പാരായണം ചെയ്യണം. പിന്നെയോ സൂറത്തുൽ മുൽക്ക്, അതിനുമുണ്ട് പ്രത്യേകതകൾ. രാത്രിയായാൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് ദിവസവും ഓതുന്ന ആളുകൾ ഒന്ന് കൈപൊക്കിയേ. എല്ലാ ദിവസവും താഴ്ത്തിക്കോളൂ. ഇതെന്തിനുള്ളതാണ്? ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. ഖബറിൽ ചോദ്യമുണ്ടാവൂല, ഖബറിൽ ശിക്ഷയുണ്ടാവൂല, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ്. ഇപ്പൊ ഈ ഓതാത്ത ആളുകളൊക്കെ ഖബറിൽ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരായിരിക്കും അല്ലെ? ഈ ഓതാത്ത ആളുകൾക്ക് ഖബറിൽ രക്ഷപ്പെടുന്ന ഉറപ്പുള്ള ആളായിരിക്കും. രക്ഷപ്പെടുന്ന ഉറപ്പുണ്ട്, പിന്നെ ഓതേണ്ട ആവശ്യമില്ല. സ്വർഗം കിട്ടുന്ന ഉറപ്പുണ്ട്, പിന്നെ എന്തിനാവില്ല നമുക്ക് മൂടി പൊതിച്ച് കിടന്നുറങ്ങിക്കൂടെ അല്ലേ? പക്ഷെ അങ്ങനെയല്ല സഹാബാക്കൾ ചെയ്തത്. സ്വർഗം കൊണ്ട് ഉറപ്പ് കൊടുത്തു. ആർക്ക്? ഉമർ തങ്ങൾക്ക് കൊടുത്തു, സിദ്ദീഖ് തങ്ങൾക്ക് കൊടുത്തു, ഉസ്മാൻ തങ്ങൾക്ക് കൊടുത്തു. എന്നിട്ടും അവർ വിശ്രമിച്ചില്ല. അവർ അമൽ ചെയ്യുന്ന രാത്രി ഉറങ്ങാതെ എല്ലാ ദിവസവും ഒരു ഖത്തം ഓതി. ആര്? ഉസ്മാൻ തങ്ങൾ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുനാഫിഖീങ്ങളുടെ പേര് ഹുസൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തപ്പോ ഹുസൈഫ തങ്ങളോട് ചോദിച്ചു, ഞാനുണ്ടോ? അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങൾ ഞാനുണ്ടോ എന്ന് ചോദിച്ചു. അതൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. കാണിച്ചു കൊടുത്തില്ല. അപ്പോഴാണ് പറഞ്ഞത്, അതിൽ ആരൊക്കെയുണ്ട് എന്നറിയാനല്ല, അതിൽ ഞാനുണ്ടോ എന്ന് നോക്കാനാണ്. ആരാണിത് ചോദിക്കുന്നത്? നീ സ്വർഗത്തിലാണ് ഉമറേ, ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ഉറപ്പ് കൊടുത്തിട്ട് വരെ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് കൊടുത്തപ്പോൾ അതിൽ ഞാനുണ്ടോ എന്ന് പേടിച്ച് അള്ളാഹുവിന്റെ വേണ്ടി ഖുർആൻ ഓതി. ഖുർആൻ കേൾക്കുമ്പോ ബോധം കെട്ട് വീണ് 1 മാസത്തോളം രോഗിയായ ആളാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇപ്പൊ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരിൽ ഭൂരിഭാഗം പേരും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്. ഒരു ഉറപ്പുമില്ലാത്ത നമ്മൾ ഖബറിലെ നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് സൂറത്തുൽ മുൽക്ക് ഓതാൻ പറഞ്ഞ് നമ്മൾ ഓതുന്നില്ല. നമ്മളൊക്കെ വലിയ സ്വർഗത്തിന്റെ ടിക്കറ്റ് കിട്ടിയ ആളെ പോലെയാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. പിന്നെയുള്ളത് സൂറത്തുൽ വാഖിഅയാണ്. ഇത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല. ചൂടുണ്ട്. ഇന്ന് മുതൽ അത് പാരായണം ചെയ്യണം. ഖബറിന്റെ ശിക്ഷക പിന്നല്ല ഉസ്താദെ, ദുനിയാവിന്റെ വിഷയം എന്തെങ്കിലും പറയണമെങ്കിൽ ഒക്കെ സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണം. ദാരിദ്ര്യം ഉണ്ടാവൂല, മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കേണ്ടി വരൂല. സൂറത്തുൽ വാഖിഅ ഖുർആൻ അല്ലാഹു ഇറക്കിയത് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനാണ്. എല്ലാ ദിവസവും 10 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, അല്ലാഹു തആല അയാൾക്ക് ഒരു കൊട്ടാരം പണിതു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്ത് സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ അതോതുന്നവർക്ക് ഡെയിലി 10. എല്ലാറ്റിലും കുറച്ചാളെല്ലാം ഉണ്ട്, കുറച്ചാൾക്കൊന്നുമില്ല. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد 10 തവണ ഓതിയാൽ മതി. എത്ര സുഖാണ് പഠിച്ചോനെ. അപ്പോഴല്ലേ ഉമർ തങ്ങൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഒരാൾ 20 തവണ ഓതിയാലോ? നബി തങ്ങൾ പറഞ്ഞു 2 കൊട്ടാരം. 30 തവണ ഓതിയാലോ? 3 കൊട്ടാരം. ഇദൻ ലനുക്സിറു യാ റസൂലല്ലാഹ്, എന്നാൽ ഞങ്ങൾ 10ഉം 20ഉം 30ലും ഒതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് സൂറത്തുൽ ഇഖ്ലാസ് ദിവസവും ഞങ്ങൾ ഓതുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ 100 തവണ ഓതിയാൽ
10 കൊട്ടാരം തരാൻ മാത്രം അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. ഒരാൾ 1000 തവണ ഓതിയാൽ 100 കൊട്ടാരം തരാനും അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എത്ര ഓതിയാലും അള്ളാഹുവിന് തന്നിട്ട് മടുക്കൂല. നിങ്ങൾക്ക് ഓതിയിട്ടേ മടുക്കുള്ളൂ, അള്ളാഹുവിന് തന്നിട്ട് മടുക്കൂല. അതുകൊണ്ട് ഓതിക്കോളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ഒരു സ്വഹാബിയോട് എന്തിനാണ് അങ്ങനെ എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത്? വേറെ സൂറത്ത് അറിയാഞ്ഞിട്ടല്ല. നബിയേ ഇന്നി ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടമാണ് നബിയേ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞത് എന്താ? ഹുബ്ബുക ഇയ്യാഹാ തുദ്ഖിലുകൽ ജന്ന, ആ സൂറത്തിനോടുള്ള നിങ്ങളുടെ ഇഷ്ടം കാരണം അല്ലാഹു നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. എന്തൊക്കെ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെട്ടാൽ സ്വർഗമുണ്ട്, സ്നേഹിച്ചാൽ സ്വർഗമുണ്ട്. 10 തവണ ഓതിയാൽ സ്വർഗത്തിൽ കൊട്ടാരമുണ്ട്. മുഅ്മിനീങ്ങളെ ഓതിക്കോളൂ. ഇതെല്ലാം പരിശുദ്ധ ഹബീബിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അങ്ങനെ ഓരോ ആയത്തുകൾ, ഓരോ സൂറത്തുകൾക്ക് ഓരോ പ്രത്യേകതയാണ്. ആമന റസൂൽ ഒരാൾ ഓതിയാൽ, ആയത്തുൽ കുർസി ഒരാൾ ഓതിയാൽ, ആമന റസൂലും ആയത്തുൽ കുർസിയും ഒരാൾ ഓതിയാൽ നാളെ പാരത്രിക ലോകത്ത് വെളിച്ചമായി സഹ്റാവീൻ, 2 വെളിച്ചമായി 2 പ്രകാശമായി അവരുടെ മുഖവും ശരീരവും കൈകാലുകളും പ്രകാശിച്ചു നിൽക്കുമെന്നാണ്. നാളത്തെ പ്രകാശമാണ് ഈ ആയത്തുൽ കുർസിയും ആമന റസൂലും. അതുകൊണ്ട് അതും ഓതണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട് സൂറത്തുൽ ഫത്ഹ്, നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സൂറത്തുൽ ഫത്ഹ് ആയിരുന്നു. നബി തങ്ങൾ സ്ഥിരമായി ഓതാറുള്ള സൂറത്തായിരുന്നു സൂറത്തുൽ ഫത്ഹ്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫത്ഹ് അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമായിരുന്നു എന്നാണ് നബി തങ്ങൾ പറഞ്ഞു. ലഖദ് ഉൻസിലത് അലയ്യ ലൈല സൂറ, ഇന്ന് രാത്രി എനിക്കൊരു സൂറത്ത് ഇറങ്ങുകയുണ്ടായി. ലഹിയ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസു, മറ്റുള്ള എല്ലാത്തിനേക്കാളും ആ സൂറത്തിന് എനിക്ക് ഇഷ്ടമാണ്. എന്നിട്ട് നബി തങ്ങൾ ഓതി ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന സൂറത്ത് ഓതി. ആ സൂറത്ത് അല്ലാഹുവിന്റെ ഹബീബിന് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്നും സ്വർഗ്ഗം തരാമെന്നും പാപമോചനം തരാമെന്നുമുള്ള നബി തങ്ങൾക്കടക്കമുള്ള ഒരുപാട് സന്തോഷ വാർത്തകളുള്ള സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. അതുകൊണ്ട് എല്ലാ ദിവസവും അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഫത്ഹ് ഓതാറുണ്ടായിരുന്നു. കഴിയുന്ന ആളുകൾ ഓതണം. എന്നിട്ട് നബി തങ്ങൾ ഖുർആൻ കേൾക്കുന്നതും നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഓതിയാൽ മാത്രം പോരാ, ഖുർആൻ ഒരൽപ്പം കേൾക്കുന്നതും നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഖുർആൻ കേൾക്കുന്നതും നബി തങ്ങൾക്ക് ഇഷ്ടമാണ്. ഖുർആൻ കേൾക്കുന്നത് നബി തങ്ങൾക്ക് ഇഷ്ടമാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബ്ദുല്ലാഹ് ഇഖ്റഅ അലയ്യ, എനിക്കൊന്ന് ഖുർആൻ ഓതി തരുമോ എന്ന് ചോദിച്ചു. എനിക്കൊന്ന് ഖുർആൻ ഓതി തരുമോ? ഇഖ്റഅ അലയ്യ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്റഉ അലൈക വഅലൈക ഉൻസില യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങൾക്കല്ലേ ഖുർആൻ അല്ലാഹു ഇറക്കി തന്നത്, ആ നിങ്ങൾക്ക് ഞാൻ ഓതി തരണമെന്നാണോ പറയുന്നത്? നിങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്, നിങ്ങൾ എനിക്കല്ലേ ഓതി തരേണ്ടത്, ആ നിങ്ങൾക്ക് ഞാൻ ഓതി തരണമെന്നാണോ നബിയെ നിങ്ങൾ പറയുന്നത്? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, കേൾക്കണം എല്ലാവരും, ഫഇന്നീ ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി. അബ്ദുല്ലാഹ്, എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ഓത്ത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. മറ്റുള്ളവർ ഓതുന്നത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അഥവാ എല്ലാ ദിവസവും ഇഷ്ടം പോലെ നെറ്റ് സംവിധാനങ്ങളുണ്ട്. അപ്പൊ നമ്മളൊന്ന് യൂട്യൂബിൽ പോയാൽ നല്ല നല്ല മനോഹരമായ ഖുർആൻ പാരായണങ്ങളുണ്ട്. സുദൈസിയുടെ, മാഹിർ മുഐഖിലിയുടെ, അബ്ദുൽ ബാസിത്തിന്റെ, അങ്ങനെ കുറെ ആളുകളുടെ പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുകൾ, ഓരോ സൂറത്തുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സൂറത്ത് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും കേൾക്കാൻ സമയം കണ്ടെത്തുക. അതിന് ഏറ്റവും എളുപ്പ വഴി എന്താണ്? ഉറങ്ങാൻ കിടക്കുമ്പോ യൂട്യൂബിൽ പോയി നല്ല മനോഹരമായ ഖുർആൻ സൂറത്ത് എടുത്തിട്ട് അതിങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് കിടന്നുറങ്ങുക. ഖുർആൻ കേട്ടിട്ട് അങ്ങനെ ഉറങ്ങിപ്പോവുക. എന്ത് രസമുണ്ടാകും! മരിച്ചു പോയാൽ എന്ത് സുഖമാണ്!
വണ്ടിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ 5 മിനിറ്റെങ്കിലും ഖുർആനോ കേൾക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. 5 മിനിറ്റെങ്കിലും എപ്പോഴും കേൾക്കണം ഞാൻ പറയുന്നില്ല. ഒരു 5 മിനിറ്റ് ആദ്യം ഒന്ന് വണ്ടിയിൽ കയറിയാൽ പരിശുദ്ധമായ ഖുർആൻ കേട്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാ. രാവിലെ എക്സസൈസ് ചെയ്യാണ്, മ്യൂസിക് വെച്ചിട്ട് എക്സസൈസ് ചെയ്യേണ്ട. പരിശുദ്ധമായ ഖുർആൻ കേട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം. രാവിലെ നടക്കാറോ? സുബഹി നിസ്കാരം കഴിഞ്ഞാലൊന്ന് നടക്കുന്നത് നല്ലതാണ്, കൈകാലുകളുടെ ആരോഗ്യത്തിന്. ഇപ്പൊ ഹെഡ്ഫോണൊക്കെ വെച്ച് നടക്കുന്നത് കാണാറുണ്ട്. പാട്ട് കേട്ടിട്ട് നടക്കണ്ട, ഖുർആൻ ഇങ്ങനെ കേട്ട് നടന്നോ. അത് ശരീരത്തിന് സുഖമാണ്, മുഅ്മിനീങ്ങളെ, റാഹത്താണ്, മനസ്സിന് റാഹത്താണത്. ഇപ്പൊ നബി തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട് പറയാണ്, അബ്ദുല്ലാഹ് ഒന്ന് ഖുർആൻ എനിക്ക് ഓതി കേൾപ്പിക്കുമോ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട് പറഞ്ഞു, എനിക്ക് മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ ഇഷ്ടം വേണമെങ്കിൽ നബി തങ്ങളെ ഇഷ്ടപ്പെടണം. നബി തങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടത് നമ്മൾ ഇഷ്ടപ്പെടണം. നബി തങ്ങൾക്ക് മറ്റൊരാൾ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മളും ഇഷ്ടപ്പെടണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ സൂറത്തുൻ നിസാ ഓതാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا فكيف إذا جئنا بك فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരുന്നുണ്ട്. നിങ്ങളെ പൈസ വേറെ ഇടണമെന്നുണ്ടെങ്കിൽ കണ്ണവത്തെ നേതാക്കന്മാരെല്ലാം ഉണ്ട് ഇവിടെ അല്ലേ? നിങ്ങൾ വരുന്ന അബൂക്കറാജ SM K യൂസുഫാജി അതൊക്കെ സജീവമായിട്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദുമാരുണ്ട് ഇവിടെ. എല്ലാവരും എന്ത് ചെയ്യുക, ബക്കറ്റ് വരുമ്പോൾ ഈ ബക്കറ്റിൽ നിങ്ങൾക്ക് അർശിന്റെ തണൽ കിട്ടണമെങ്കിൽ ഈ ബക്കറ്റിലേക്ക് 2000 രൂപ ഇട്ടാൽ മതി. ശരിക്കണ്ട, തമാശ പറഞ്ഞൊന്നല്ല അല്ലേ? മാഷാ അല്ലാഹ് ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പൊ ബക്കറ്റ് എന്നുള്ളത് അർശിന്റെ തണൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു അമലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോട്ട് എടുത്തിട്ട് അപ്പുറത്തുള്ള ആൾ ഇപ്പുറത്തുള്ള ആളെ കാണിച്ചു കൊടുക്കാതെ ചുരുട്ടി ആ ബക്കറ്റിൽ ഇട്ടാൽ അർശിന്റെ തണൽ കിട്ടും. ഇഷ്ടമുള്ള നോട്ട് എടുത്ത് കൊടുക്കണം എന്ന ഡിമാൻഡ് ഉണ്ട്. ഇഷ്ടമുള്ള നോട്ട് എടുത്തിട്ട് ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് അർശിന്റെ തണൽ കിട്ടും. എനിക്കിപ്പോ എന്താ അത്ര പേടി? നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസല്ല ഞാൻ പറയുന്നത്. ഞാൻ തമാശ പറയുന്നില്ല, ഞാൻ പറയുന്നത് 100% വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ്. അർശിന്റെ തണൽ കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടും. പക്ഷെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കണം. ഇഷ്ടമില്ലാത്തത് കൊടുത്താൽ കിട്ടേയില്ല, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നോട്ട് എടുത്തിട്ട് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ, ഇപ്പുറത്തുള്ളവരും ബക്കറ്റ് കൊണ്ടുവന്നവനും അറിയാതെ, അത് നാളെ മറ്റൊരാളോട് പറയാതെ, നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രം പറഞ്ഞ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ബക്കറ്റിൽ എന്താ 10,000 രൂപ ഇടാ. സ്ത്രീകൾക്ക് സ്വർണത്തിന്റെ ആഭരണങ്ങൾ ഇടാ, മോതിരിടാ, കൈ ചെയിനിടാ, 2000 നോട്ടിടാ. ഇഷ്ടമുള്ള നോട്ടെടുത്ത് നിങ്ങൾ ആ ബക്കറ്റിലിട്ടാൽ, നിങ്ങൾക്ക് ആരും കാണാതെ ഇട്ടാൽ, ആരോടത് പറഞ്ഞില്ലെങ്കിൽ അർശിന്റെ തണൽ കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഹലാലായ സമ്പാദ്യമാവണേ. ആരാന്റെ മോഷ്ടിച്ചിട്ട് കട്ടോണ്ടെന്നിട്ട് ബക്കറ്റിലിട്ടാലൊന്നും വർഷങ്ങൾ കിട്ടൂല. നിങ്ങൾ സമ്പാദിച്ച ഹലാലായ സമ്പാദ്യം. അപ്പൊ ഇവിടെ നിന്നല്ല, എവിടെ എപ്പോഴാണെങ്കിലും ഈ ഒരു വിഷയം ശ്രദ്ധിക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് സംഘാടകർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറയാനൊന്നുമില്ല. സംഘാടകർക്ക് പൈസ ഉണ്ടാക്കൽ എന്റെ ലക്ഷ്യമല്ല. നമ്മളെ ലക്ഷ്യം വേദം പറയലാണ് അല്ലേ? സംഘാടകർക്ക് പൈസ ഉണ്ടാക്കൽ എന്റെ ലക്ഷ്യം ആണോ? അല്ല, നമ്മളെ ലക്ഷ്യം വേദം പറയലാണ്. അതിനിടയിൽ സംഘാടകർക്ക് പൈസ കിട്ടിയ മാഷാ വലിയ റഹത്താണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഒരു ബക്കറ്റുകൾ അർശിന്റെ തണൽ ലഭിക്കാനുള്ള ഒരു സംവിധാനമായി നിങ്ങൾക്ക് ഉപയോഗിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ പറഞ്ഞു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഓതുകയാണ്.
فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. എല്ലാ പ്രവാചകന്മാരുടെ മുമ്പിലേക്കും ഒരു സാക്ഷിയെ കൊണ്ടുവരും നാളെ. ഈ പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ, പ്രബോധനം നടത്തിയിട്ടുണ്ടോ, ജനങ്ങളിലേക്ക് നന്മ എത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഓരോ സമുദായത്തിലെ പ്രവാചകന്മാർക്കെതിരെയും അനുകൂലമായിട്ടും നാളെ അള്ളാഹു സാക്ഷികളെ കൊണ്ടുവരും. മൂസാ നബി വരുമ്പോ മൂസാ നബിയുടെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ വരും. ഇയാള് നന്മ പറഞ്ഞു തന്നിട്ടുണ്ടോ, എന്റെ റിസാലത്ത് എത്തിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ട്. മാഷാ അല്ലാഹ് പോയിക്കോ. وجئنا بك على هؤلاء شهيدا. നബിയേ, ഈ സമുദായത്തിൽ നിങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് സാക്ഷി നിൽക്കാൻ കൊണ്ടുവരുന്ന രംഗം നിങ്ങൾ ഓർത്തു നോക്ക്. وجئنا بك على هؤلاء شهيدا. ഈ സമുദായത്തിലേക്ക്, ഈ കോടാനക്കോടി ആളുകളുടെ മുമ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു നിർത്തുന്ന ഒരു സന്ദർഭം, ഈ പ്രവാചകൻ നിങ്ങൾക്ക് നന്മ എത്തിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്ന ഒരു സന്ദർഭം ഒന്ന് ഓർത്തു നോക്ക് എന്നർത്ഥമുള്ള. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് അവസാനത്തെ ഹജ്ജത്തുൽ വിദാ ഓർക്കുന്നുണ്ടോ? നബി തങ്ങൾ അവസാനം ഹജ്ജ് ചെയ്ത് വളരെ ഗംഭീരമായൊരു പ്രഭാഷണം നടത്തിയത്. എന്നിട്ട് അവിടെ കൂടിയ ലക്ഷക്കണക്കിന് ആളുകളോട് നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, അലാ ഹൽ ബല്ലഗ്തു, അലാ ഹൽ ബല്ലഗ്തു, അലാ ഹൽ ബല്ലഗ്തു. ഓ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? അവര് പറഞ്ഞു ബലാ. വീണ്ടും ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ എന്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ടില്ലയോ? അവരെല്ലാവരും പറഞ്ഞു അതെ. വീണ്ടും ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലയോ? അവരെല്ലാവരും പറഞ്ഞു ബലാ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹ് ഫഷ്ഹദ്, അല്ലാഹുവേ നീയാണ് സാക്ഷി, അല്ലാഹുവേ നീയാണ് സാക്ഷി, അല്ലാഹുവേ നീയാണ് സാക്ഷി. ഇതാ ജനങ്ങളെല്ലാവരും ഞാൻ നീ പറഞ്ഞു തന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു എന്നതിന് സാക്ഷിയാണ്. അല്ലാഹുവേ നീയാണ് സാക്ഷി എന്ന് പറഞ്ഞത് വെറുതെയല്ല. നാളെ മഹ്ശറാ ലോകത്ത് സമുദായത്തിന്റെ മുമ്പിലേക്ക് നബി തങ്ങളെ കൊണ്ടുവന്നിട്ട് സമുദായത്തോട് അല്ലാഹു ചോദിക്കും, ഈ പ്രവാചകൻ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റിസാലത്ത് എത്തിച്ചു തന്നിട്ടുണ്ടോ എന്ന്. ആ സന്ദർഭം ഒന്ന് ഓർക്കണമെന്നർത്ഥമുള്ള സൂറത്തുൻ നിസായിലെ ഒരു ഭാഗം ഓതിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട് പറഞ്ഞു, അംസിക്, മതി, സ്റ്റോപ്പ്, നിർത്തിയിട്ട് ഞാൻ നബി തങ്ങളെ നോക്കുമ്പോ ഫൈദാ ഐനാഹു തദ്രിഫാൻ, നബി തങ്ങളുടെ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ കണങ്ങൾ ഇങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. ഖുർആൻ കേട്ടിട്ട് കരയാണ്, ഖുർആൻ കേട്ടിട്ട് കരയാണ്. എന്തേ? നാളെ മഹ്ശറയുടെ സന്ദർഭം, മഹ്ശറാ ലോകത്തിന്റെ സന്ദർഭമാണ്, മഹ്ശറാ ലോകത്തിന്റെ സന്ദർഭം. അത് കേട്ട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ട് കരയുകയാണ്. അതേപോലെ കഴിയുമെങ്കിൽ നമ്മളും പരിശുദ്ധമായ ഖുർആൻ കേൾക്കണം. അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ ചില പാരായണങ്ങൾ കേൾക്കുമ്പോ കരച്ചിൽ വരും. നമ്മളും അങ്ങോട്ട് കരയുക തന്നെ. അംസിക്, നിർത്താൻ പറഞ്ഞു. ഖുർആൻ കേൾക്കുക എന്നുള്ളത് ഒരു അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒരു അമലാണ്. ഖുർആൻ ഓതാൻ കഴിയാത്ത ആളുകൾ, ഓതാൻ അറിയാത്ത ആളുകൾ ഖുർആൻ കേൾക്കാനെങ്കിലും സമയം കണ്ടെത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പറഞ്ഞു, വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ ഖുർആൻ ഓതുന്നത് കേട്ടാൽ മിണ്ടാണ്ടിരിക്കണം. ഫസ്തമിഉ, വഅദ് നടക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല, വഅദ് നടക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മൊബൈലിൽ കളിക്കാൻ പാടില്ല. വഅദ് കേൾക്കുമ്പോൾ സ്ത്രീകളായാലും വളണ്ടിയർമാരായാലും ആരായാലും സംസാരിക്കാൻ പാടില്ല. എന്തേ? വഅദിനിടയിൽ ഖുർആൻ കേൾക്കും. ഖുർആൻ കേൾക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. ഖുർആൻ കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കാതെ സംസാരിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ. ഖുർആൻ ഓതുന്നത് കേട്ടാൽ ഫസ്തമിഉ ലഹു, ചെവി ഇങ്ങനെ കാത് തുറന്നുകൊണ്ട് കേൾക്കണമെന്നാണ് പറയുന്നത്. കാത് തുറന്നു കേൾക്കണം. കേട്ടാൽ മാത്രം മതിയോ? വഅൻസിതു, നിങ്ങൾ മിണ്ടാണ്ടിരിക്കണം. എന്ത് സംസാരമാണെങ്കിലും സംസാരം നിർത്തണം, ജോലി നിർത്തണം, എല്ലാ പ്രവർത്തനവും നിർത്തി അച്ചടക്കത്തോടെ അറ്റൻഷനായി ഖുർആൻ കേൾക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. സ്കൂളിന്റെ അസംബ്ലിയിൽ അറ്റൻഷൻ, സോറിയില്ലേ, അതേപോലെ അറ്റൻഷൻ വേണം.
വഇദാ ഖുരിഅൽ ഖുർആൻ കേൾക്കണേ എന്റെ മുഅ്മിനീങ്ങളെ കേൾക്കണേ വഇദാ ഖുരിഅൽ ഖുർആൻ സൂറത്തുൽ അറാഫിലാണ് ഇത് പറയുന്നത്. ഖുർആൻ നിങ്ങൾ കേട്ടാൽ ഫസ്തമിഊ ലഹു വളരെ ശ്രദ്ധയോടെ ഖുർആൻ നിങ്ങൾ കേൾക്കണം. ആരെങ്കിലും ഓതുന്നത് കേട്ടാൽ അഥവാ വഅദിന്റെ ഇടയിൽ ഖുർആൻ പാരായണം നടക്കുമ്പോൾ ശ്രദ്ധയോടെ അത് കേൾക്കണം. വഅൻസിതു എന്നിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കണം. ലഅല്ലകും തുർഹമൂൻ അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഖുർആൻ കേൾക്കുന്ന ആളുകളിലേക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ഒഴുകി വരുമെന്നാണ്. ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു റഹ്മത്ത് ഇറക്കി തരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ മഹാനായ ലൈസ് ഇബ്നു സഅദ് എന്നവർ പറയുന്നുണ്ട് മർ റഹ്മത്തു ഇലാ അഹദിൻ ബിഅസ്റഅ മിൻഹാ ഇലാ മുസ്തമിഇൽ ഖുർആൻ. ഖുർആൻ കേൾക്കുന്നവർക്ക് അല്ലാഹു കാരുണ്യം ചെയ്യുന്നത് പോലെ വേറെ ഒരാൾക്കും ചെയ്യില്ല എന്ന് ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു. ഖുർആൻ കേൾക്കുന്നവർക്ക് അല്ലാഹു പ്രത്യേകമായ റഹ്മത്ത് കാരുണ്യം ചെയ്യുമെന്നാണ്. ആ കാരുണ്യം ലഭിക്കുന്നവരെ പോലെ വേറെ ഒരാൾക്കും കിട്ടൂല. ഇവിടെ കുട്ടികളൊക്കെ സംസാരിക്കാൻ തോന്നുന്നുണ്ടല്ലോ. സംസാരിച്ചാലൊക്കെ നല്ല പണിഷ്മെന്റ് ഒക്കെ ഉണ്ടേ അല്ലേ? പണിഷ്മെന്റ് ഒക്കെ കൊടുക്കണ്ടേ സംസാരിച്ചാലും? അതിന്റെ ഇടയിൽ അള്ളാഹുവിനെ ഇഷ്ടമല്ലേ സംസാരിക്കുന്ന ആളുകളെ? അതിന്റെ ഇടയിൽ ഖുർആൻ ഒത്ത് കേൾക്കുമ്പോ പിന്നെ നമ്മളിങ്ങനെ സംസാരിക്കുക മോശമല്ലേ? ഇവിടെ പറയുന്നത് ഖുർആൻ കേൾക്കുമ്പോൾ അത് ശ്രദ്ധയോടെ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് അല്ലാഹു ആകാശലോകങ്ങളിൽ നിന്ന് റഹ്മത്ത് ഇറക്കുന്നത് പോലെ കാരുണ്യം ഇറക്കുന്നത് പോലെ വേറെ ഒരാൾക്കും അല്ലാഹു കാരുണ്യം ഇറക്കൂല എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പാരായണം കേട്ടുകൊണ്ടേയിരിക്കുക. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞില്ലേ? ഉണ്ട് ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. 9.1 FM അല്ലേ? മാംഗോ എന്തോ ആയിക്കോട്ടെ. കേട്ടുകൊണ്ടേയിരിക്കും. ഖുർആൻ എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുക. പെട്ടെന്ന് കാരുണ്യം കിട്ടുന്നതാണ്, പെട്ടെന്ന് റഹ്മത്ത് കിട്ടുന്നതാണ്. ഖുർആൻ സ്ഥിരമായി കേൾക്കുന്നവർക്ക് പെട്ടെന്ന് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടും. ആരാ പറഞ്ഞത്? ലൈസ് ഇബ്നു സഅദ് എന്നവർ റഹ്മത്തു ഇലാ അഹദിൻ ബിഅസ്റാ മിൻഹാ ഇലാ മുസ്തമിഇൽ ഖുർആൻ. ഖുർആൻ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടുമെന്നാണ്. കാരണം ദിക്റുകളിൽ ഏറ്റവും നല്ല ദിക്ർ പരിശുദ്ധമായ ഖുർആനാണ്. ദിക്റുകളിൽ ഏറ്റവും നല്ല ദിക്ർ ഖുർആനാണ്. ഖുർആൻ കഴിഞ്ഞിട്ടേ മറ്റുള്ള ദിക്റുള്ള അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരി തന്നെയാണ്. പക്ഷെ ഖുർആൻ കഴിഞ്ഞിട്ടേ ലാ ഇലാഹ ഇല്ലല്ലാഹുമുള്ളൂ. ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. നമ്മൾ വിശ്വാസിയായി മുസ്ലിം ആവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലലും ഖുർആൻ ഓതലും ഏതാ നല്ലത്? ഖുർആൻ ഓതൽ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പ്രതിഫലമില്ല, ഉണ്ട്. എല്ലാറ്റിനും പ്രതിഫലമുണ്ട്. എല്ലാറ്റിനും ഓരോ സമയമാണ്. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചില ദിക്റുകൾ ഇഷ്ടമായിരുന്നു. ഏതാണ്? എല്ലാ സമയത്തും എല്ലാ സാഹചര്യങ്ങളിലും ദിക്ർ ചൊല്ലുന്ന ആളായിരുന്നു നബി തങ്ങൾ. പക്ഷേ അതിലേറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ ഏതായിരുന്നു? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ അല്ലാഹു തആല അയാൾക്ക് സ്വർഗ്ഗീയ ലോകത്തൊരു പൂന്തോട്ടം പണിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു മരം, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ 2 മരം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ 3 മരം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ 4 മരം. ഒരാൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നൊരാൾ ചൊല്ലിയാൽ അയാൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗീയ ലോകങ്ങളിൽ മനോഹരമായ ഉദ്യാനങ്ങൾ, മനോഹരമായ പൂന്തോട്ടങ്ങൾ അല്ലാഹു അയാൾക്ക് നിർമ്മിക്കുമെന്ന്, പണിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത അലൈഹി ശംസു. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു കാര്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ദിക്ർ ചൊല്ലാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ്? 1 സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ, 2 അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യനുദിക്കുന്നത് വരെ ഒരാൾ അല്ലാഹുവിന്റെ ദിക്റിലും ഖുർആനിലുമായി മുഴുകി സൂര്യനുദിച്ചു കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും ളുഹാ നിസ്കരിച്ചാൽ അയാൾക്ക് പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം അല്ലാഹു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഉംറത്തിൻ താമ്മത്തിൻ താമ്മ ഇല്ലേ?
ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? സുബഹി നിസ്കാരം കഴിഞ്ഞു, പിന്നെ കിടന്നുറങ്ങാതെ ദിക്റിലായി, ഖുർആനിലായി, സ്വലാത്തിലായി, ഇബാദത്തിലായി ഒരാൾ മുഴുകി സൂര്യൻ ഉദിക്കുന്നത് വരെ 5:20 ബാങ്ക് വിളിച്ചാൽ 5:40 നിസ്കാരം തുടങ്ങുക. 6 മണിയാകുമ്പോഴേക്കും നിസ്കാരം കഴിഞ്ഞു. പിന്നെ ഒരു 6:45 6:45 സൂര്യൻ ഉദിക്കുന്നത്. അതുവരെ ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി 6:45 കഴിഞ്ഞൊരു 20 മിനിറ്റ് അഥവാ ഒരു 7:05 വരെ ഒരാൾ ദിക്റിലും സ്വലാത്തിലുമായി സമയം ചെലവഴിച്ചു. അഥവാ തസ്ബീഹ് മാല പിടിച്ച് ഇങ്ങനെ പള്ളിയിലോ എവിടെ വീട്ടിലോ ഇരുന്നിട്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി എന്നിട്ട് ളുഹാ കൂടി നിസ്കരിച്ചുകൊണ്ട് ഒരാൾ പുറത്തിറങ്ങിയാൽ എല്ലാ ദിവസവും പരിപൂർണമായ ഉംറ ചെയ്ത പ്രതിഫലം തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പിന്നെ നബി തങ്ങൾക്ക് ഇഷ്ടം നല്ല സ്വഭാവക്കാരെയായിരുന്നു. സ്വഭാവം നന്നാക്കണം, പെരുമാറ്റം നന്നാക്കണം, അത് നബി തങ്ങൾക്ക് ഇഷ്ടമാണ്. വെറും ദിക്റിലും സ്വലാത്തിലും നിസ്കാരത്തിലും മാത്രം ഒതുങ്ങിക്കൂടിയാൽ പോരാ. നിസ്കാരം മാത്രം പോരാ, സ്വഭാവം കൂടി നന്നാക്കണം. യുഹിബ്ബുൽ അഖ്ലാഖൽ ഹസനത വഅസ്ഹാബഹാ. അല്ലാഹുവിന്റെ ഹബീബിന് സ്വൽസ്വഭാവം വലിയ ഇഷ്ടമായിരുന്നു. സ്വൽസ്വഭാവികളെയും നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു നീ, നാളെ എന്നോട് ഏറ്റവും അടുക്കുന്നവൻ, നാളെ എന്റെ കൂടെ മഹ്ശറാ ലോകത്ത് ഒരുമിച്ച് കൂടുന്നവൻ എന്റെ പേര് സ്വലാത്ത് ചൊല്ലുന്നവനാണ്. അതുപോലെ സ്വൽസ്വഭാവികളായ ആളുകളായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വൽസ്വഭാവികളായ ആളുകൾ നാളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ നബി തങ്ങളുടെ കൂടെ ഇരിപ്പിടം ഉറപ്പിക്കാമെന്നാണ്. നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആരോടാണ്? നബി തങ്ങളുടെ ഇഷ്ടം നമ്മൾക്ക് വേണ്ടേ? എങ്കിലല്ലേ അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മൾക്ക് ലഭിക്കുന്നത്. നബി തങ്ങൾക്ക് ആരോടാണ് ഇഷ്ടം? മിന്ന ഹബ്ബക്കും മിന്ന ഹബ്ബിക്കും ഇലയ്യ അഹ്സനകും അഖ്ലാഖാ. നിങ്ങളിൽ നിന്ന് ഏറ്റവും നന്നായി ഞാൻ സ്നേഹിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ബഹുമാനിക്കുന്നത് നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വെറും നിസ്കാരം മതിയോ, ഇസ്തിഗ്ഫാർ മതിയോ, സ്വലാത്ത് മതിയോ, ഖുർആൻ മതിയോ? പോരാ. അതിന്റെ കൂടെ സ്വഭാവവും പെരുമാറ്റവും നന്നാക്കേണ്ടതുണ്ട്. ഇന്ന മിന്ന ഹബ്ബിക്കും ഇലയ്യ, നിങ്ങളിൽ ഏറ്റവും നന്നായി ഞാൻ സ്നേഹിക്കുന്നത് അഹ്സനുകും അഖ്ലാഖാ, അഹ്സനകും അഖ്ലാഖാ, ഏറ്റവും നല്ല സ്വഭാവക്കാരെയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? ഭാര്യമാരോട് നല്ല സ്വഭാവത്തോടെ പെരുമാറുന്നത് നബി തങ്ങൾക്ക് ഇഷ്ടമാണ്. അതേപോലെ നബി തങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ല സ്വഭാവം KL 58Y8782 കാർ മാറ്റി കൊടുക്കണം. KL 58Y8782 വണ്ടി മാറ്റി കൊടുക്കണം. പിന്നെ ഒരുപാട് ആളുകൾ, ഒരു സ്ത്രീ എന്നെ മക്കളെ മരിക്കുന്നവരെ സ്നേഹത്തോടെ ജീവിക്കാൻ ദുആ ചെയ്യണം. 10,000 രൂപ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.